വെൽക്കം ടു RS Astro Tarot. എർത്ത് സൈന് വേണ്ടിയിട്ടുള്ള വീക്ക്ലി റീഡിംഗ് ആണ്. വിർഗോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാം നമുക്ക് കാർഡ്. ഷഫിൽ ചെയ്ത കാർഡാണ് ഓൾറെഡി. വിർഗോയ്ക്ക് ടെൻ ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ലൊരു സമയമായിരുന്നു ഈ കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണിത്. വെൽത്ത് പരമായിട്ടും ആരോഗ്യപരമായിട്ടും പേഴ്സണലി എല്ലാ രീതിയിലും കരിയർ വൈസിലും എല്ലാം നല്ലൊരു പോസിറ്റീവ് കാർഡാണിത്. പ്രസൻറ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. 4 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. 4 ഓഫ് കപ്സ് അത്ര നല്ല കാർഡല്ല. നിങ്ങൾക്ക് മുന്നിൽ എന്തോ ഓഫറുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ പോയ എന്തൊക്കെയോ വിഷയങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ആകെ ഒരു വ്യാകുലതയിലിരിക്കുന്ന കാർഡാണ് കാണിക്കുന്നത്. അതിപ്പം ഇമോഷണലായിട്ടും വ്യക്തിപരമായിട്ട് കരിയർ വൈസായാലും വിദ്യാഭ്യാസപരമായിട്ടോ ഏത് രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ പോയ കാര്യങ്ങൾ, കൈവിട്ട് പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സമയം വല്ലാതെ വേസ്റ്റ് ആക്കുന്നുണ്ട്. ഇതേ സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു ഓഫർ സംതിങ് പുതിയത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടുണ്ട് പഴയ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് മുന്നിൽ വരുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് നല്ലത് സെലക്ട് ചെയ്യുക എന്നതാണ് കാർഡ് കാണിക്കുന്നത്. ഇഞ്ചുറികൾ ഉണ്ടാകാതെ യാത്രയിലുമൊക്കെ അപകടങ്ങളും യാത്രയിൽ ചെറിയ ചെറിയ പരിക്കുകളും കാര്യങ്ങളും ഉണ്ടാകാതെ, പനി പോലുള്ള കാലാവസ്ഥ വ്യത്യാസം ഉണ്ടാകുന്നതിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാതെ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്താണ് ഫ്യൂച്ചർ കാർഡ് കാണിക്കുന്നത്? നല്ലൊരു സമയം വരുന്നു. ഇമോഷണലി ഫുൾഫിൽമെൻറ്റ്, നല്ല സെലിബ്രേഷൻ കാര്യങ്ങളുമൊക്കെ കാണിക്കുന്നുണ്ട്. ഫാമിലിയും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഒന്നിച്ച് നല്ല നല്ല സമയം നിങ്ങൾക്ക് വരുന്നുണ്ടോയെന്ന്. എന്തെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ കല്യാണം അങ്ങനെയുള്ള ഏതെങ്കിലും പാർട്ടി ആയിരിക്കാം. ദീപാവലി പോലുള്ള ആഘോഷങ്ങൾ വരുന്നു. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പഴയ ഫ്രണ്ട്സുമായിട്ടുള്ളൊരു പ്രത്യേക ഒരു കണ്ടുമുട്ടലും കാര്യങ്ങളും ഒക്കെ ആവാം. എന്തും ആവാം. ഏതായാലും ഇമോഷണലി ഫുൾഫിൽമെൻറ്റ് കാണിക്കുന്നുണ്ട്. താൽക്കാലികമായിട്ടുള്ള സ്റ്റക്ക് അവസ്ഥയിൽ നിന്നും മാറും. നമുക്കൊരു ഒറക്കിൾ കാർഡ് കൂടി എടുക്കാം. ഒറക്കിൾ കാർഡ് ദൈവത്തിലെ കാർഡ് കിട്ടിയ എനിക്ക് റിവേഴ്സായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. 6th ചക്ര ആർക്കേഞ്ചൽ. മെഡിറ്റേഷൻ അത്യാവശ്യമാണ്. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിൽ വ്യാപൃതമാക്കിയാൽ മനസ്സിന് ഉള്ള ടെൻഷനും കാര്യങ്ങളും മാറിക്കിട്ടും. അത് ഈശ്വരവിശ്വാസം അത്യാവശ്യമാണ്. മറ്റുള്ള ചിന്തകളെ വെടിഞ്ഞ് ഈശ്വരനെ മറന്നു പോകുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മെഡിറ്റേഷൻ, അതുപോലെ ക്ഷേത്ര ദർശനം, വിശ്വസിക്കുന്ന ദൈവം ഏതായാലും പ്രാർത്ഥനകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് നീക്കുക. മെഡിറ്റേഷൻ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ഈ കാർഡിന് കാണിച്ചിരിക്കുന്നത്.